ഇത് ന്യൂ ഇയർ പാർട്ടിയുടെ വീഡിയോ ആണ്. ഒത്തിരി താമസിച്ചത് കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ഭക്ഷണങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് വേറെ ഒരു വൈബാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളോടും ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ പാർട്ടിക്ക് പൊതുവേ ഞാൻ നമ്മുടെ ഫുഡ്സാണ് തയ്യാറാക്കുന്നത്. വാൾഡിക്കും ഇഷ്ടമാണത്. പിന്നെ പപ്പയ്ക്കും അമ്മായിക്കും ഒത്തിരി സ്പൈസസ് പറ്റില്ല. അതുകൊണ്ട് ചില ഐറ്റംസിൽ ഞാൻ സ്പൈസസ് കുറച്ചിടും. പിന്നെ ഞാൻ എന്തൊക്കെ ഐറ്റംസ് ചെയ്തെന്ന് കാണണ്ടേ. ഇത് ബെറോട്ടയാണ്, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത ഒരു കോഴിക്കറി, പിന്നെ ഇത് ബട്ടൂര, പിന്നെ ഇത് പോർക്ക് റോസ്റ്റ്, പിന്നെ ഇത് നമ്മുടെ നാടൻ വറുത്തരച്ച കോഴിക്കറി, ഇത് ഓവനിൽ വെച്ച് കോഴി ബിരിയാണി. ഈ ബെറോട്ട പുതിയൊരു പരീക്ഷണമായിരുന്നു. യൂട്യൂബിലെ ഒരു റെസിപ്പി പരീക്ഷിച്ചതാണ്. പക്ഷെ ഒത്തിരി സൂപ്പർ ആയിരുന്നില്ല കേട്ടോ. ചൂടായിരിക്കുമ്പോൾ സോഫ്റ്റുമായിരുന്നു, തണുത്തപ്പോൾ ഹാർഡുമായി. പിന്നെ ഈ ബെറോട്ട ഉണ്ടല്ലോ, നമ്മൾ പലതവണ ചെയ്താലേ ശരിയാകത്തുള്ളൂ. ഇത് ചിക്കൻ ഫ്രൈ, പിന്നെ ചെമ്പാ പുട്ട്, പിന്നെ ഇത് ഫിഷ് കട്ട്ലറ്റ്. ഇത് പൊട്ടറ്റോയും ക്രീമും കൂടെ ഓവനിൽ ബേക്ക് ചെയ്ത ഫുഡാണ്. ഇത് ചെമ്പാ പുട്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലേ? അയ്യോ, ചെമ്പയാണോ ചമ്പയാണോ? ഏതായാലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. ക്രിസ്മസിന് മുൻപ് വീട്ടിൽ നിന്നും ഒരു പാഴ്സൽ കിട്ടി. അതിലുണ്ടായിരുന്നതായി ചെമ്പാ പുട്ടുപൊടി. പക്ഷെ ഞാൻ മാവ് കുഴച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇത് പുട്ടുകുറ്റിയിൽ വെച്ച് ആവി കയറ്റിയിട്ട് പുട്ടും ആകുന്നില്ല. പിന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഈ രൂപത്തിലാക്കിയെടുത്തു. പിന്നെ ഇത് എരിവില്ലാത്ത വറുത്തരച്ച കോഴിക്കറിയാണ്. ഈ പോർക്ക് റോസ്റ്റ് വാൾഡിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ബ്രെഡ് വിട്ടിട്ട് ഇവിടെ ഒരു പണിയില്ല കേട്ടോ. പിന്നെ ഫിഷ് കട്ട്ലറ്റ്, എൻ്റെ മമ്മി ചെയ്യുന്ന ഫിഷ് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് വേണമെന്ന് തോന്നി. അതിനൊരു ഇന്ത്യൻ ഫിഷ് വേണമല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ ടിന്നിൽ കിട്ടുന്ന അയിലമീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏതായാലും ടേസ്റ്റ് ഒരുവിധം ശരിയായി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇതിലെ ബട്ടൂറ പലപ്പോഴും ഞാൻ ഡിന്നറിന് ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബെറോട്ടയും ബട്ടൂറയും ഒക്കെ ഫോർക്കും നൈഫും കൊണ്ടാണ് കഴിച്ചത്. പിന്നെ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന സാലഡും പാലട പായസവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. ഈ പാലട പായസത്തിൻ്റെ മിക്സും പാഴ്സലിൽ ഉണ്ടായിരുന്നതാണ്. ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.